നമസ്കാരം. നാളെ, അതായത് മാർച്ച് 7-ാം തീയതി തെലങ്കാനയിലെ കോൺഗ്രസ് കമ്മിറ്റി ചേരുകയാണ്. മറ്റൊന്നിനുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള തന്ത്രങ്ങൾ മെനയുന്നതിന് തന്നെ. പക്ഷേ നാളത്തെ മീറ്റിംഗിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങൾ മാത്രമാവില്ല പ്രധാന ചർച്ചാ വിഷയമാകാൻ പോകുന്നത്. മറിച്ച് തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുലർത്തിയ അടുപ്പം അത് പാർട്ടിക്കുള്ളിൽ വലിയ ആശങ്ക അല്ലെങ്കിൽ അസ്വാരസ്യങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ഇതായിരിക്കും നാളത്തെ മീറ്റിംഗിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് തന്നെയാണ് പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന സന്ദർശിച്ചത്. നവംബറിൽ തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന സന്ദർശിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ആ സമയത്താണ് തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വല്യേട്ടൻ എന്ന അർത്ഥം വരുന്ന പെദണ്ണ എന്ന പദം ഉപയോഗിച്ച് വിശേഷിപ്പിച്ചത്. ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇത് വലിയ തലക്കെട്ടാക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ, അത്തരത്തിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. സാധാരണയായി പ്രതിപക്ഷ നേതാക്കളോ അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിലും വളരെ ഊഷ്മളമായ ഒരു വരവേൽപ്പായിരുന്നു രേവന്ത് റെഡ്ഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നത്. ഇതാണ് കോൺഗ്രസിലെ ചില നേതാക്കളെ അല്ലെങ്കിൽ അവിടുത്തെ നേതൃത്വത്തെ അസ്വസ്ഥമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഗുജറാത്ത് മോഡലിനെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്തു. ഗുജറാത്ത് പോലെ തെലങ്കാന വളരേണ്ടതുണ്ട്, അതിന് മോദിയുടെ സഹകരണം വേണമെന്നായിരുന്നു രേവന്ത് റെഡ്ഡി പറഞ്ഞത്. നമുക്കറിയാം, കോൺഗ്രസ് കാലാകാലങ്ങളായി വിമർശിക്കുന്ന ഒന്നാണ് ഗുജറാത്ത് മോഡൽ വികസനം എന്നുള്ളത്. അതേ ഗുജറാത്ത് മോഡലിനെയാണ് കോൺഗ്രസിന്റെ തന്നെ ഒരു മുഖ്യമന്ത്രി വാനോളം പുകഴ്ത്തിയത്. ഇത് മാത്രമല്ല വിഷയം, മറ്റൊന്നുകൂടിയുണ്ട്. അതായത് ഈ ജനുവരിയിൽ രേവന്ത് റെഡ്ഡി അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുമായി ഒരു നിക്ഷേപ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഗൗതം അദാനിയുമായി അദ്ദേഹം നിൽക്കുന്ന ഒരു ഫോട്ടോ ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം പ്രചരിക്കുകയും രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു, പക്ഷേ നോക്കൂ, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി അദാനിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇത് വിമർശനമായി ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനെല്ലാം ഉപരിയായി ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കേന്ദ്രത്തിൽ അരങ്ങേറിയ ഒരു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൽ കർണാടകവും കേരളവും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അവർ പറഞ്ഞത്, കേന്ദ്ര സർക്കാർ തങ്ങളെ സഹായിക്കുന്നില്ല, തങ്ങളുടെ വികസനത്തിന് ആവശ്യമായ ഫണ്ട് നൽകുന്നില്ല എന്നൊക്കെയായിരുന്നു. അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് കേരളവും കർണാടകവും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ കേരളവും കർണാടകവും പോലെ തന്നെ ഒരു പ്രതിപക്ഷം ഭരിക്കുന്ന, പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. തെലങ്കാനയിൽ നിന്നുള്ള രേവന്ത് റെഡ്ഡി ഈ പ്രക്ഷോഭങ്ങളിലൊന്നും പങ്കെടുത്തില്ല എന്നുള്ളതും വലിയ ഒരു ആശങ്കയ്ക്ക് അല്ലെങ്കിൽ ഒരു മുറുമുറുപ്പിന് പാർട്ടിക്കുള്ളിൽ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാളത്തെ യോഗത്തിൽ ഈ രേവന്ത് റെഡ്ഡിയും മോദിയും തമ്മിലുള്ള അടുപ്പം എന്ത് എന്നുള്ള ചോദ്യം ഉയരാൻ പോകുന്നത്. നമുക്കറിയാം, രേവന്ത് റെഡ്ഡി ABVPയിൽ പ്രവർത്തിച്ചു വന്ന ഒരു യുവരാഷ്ട്രീയക്കാരനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറുന്നത്. നിലവിൽ എന്തായാലും ഇത് കോൺഗ്രസിനെ കുറച്ചധികം പ്രതിരോധത്തിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ തന്നെ ഒരു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വല്ലാതെ പുകഴ്ത്തുമ്പോൾ അത് പാർട്ടിക്ക് സ്വാഭാവികമായും ആശങ്ക സമ്മാനിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.